ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നല്ല കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്നും അരച്ചിട്ടല്ല ഈ ഒരു കറി തയ്യാറാക്കുന്നത്. തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കൊഞ്ച് കറി റെസിപ്പിയാണ്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിന്നൊരു കൊഞ്ച് കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൊഞ്ചൊക്കെ ഞാൻ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കൊഞ്ചിൻ്റെ ആ ഒരു തലഭാഗം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊഞ്ച് കറി നമ്മൾ എപ്പോൾ തയ്യാറാക്കിയാലും കൊഞ്ചിൻ്റെ ആ ഒരു തലഭാഗം 2-3 എണ്ണമെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മാത്രം പച്ച ഉലുവ ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ചതച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. അതിനുശേഷം 2 സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നിങ്ങൾ എടുക്കുന്ന കൊഞ്ചിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കിലോ കൊഞ്ചാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് അത് 300 ഗ്രാമോളം വന്നിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തക്കാളിയുടെയും സവാളയുടെയൊക്കെ എണ്ണം കൂട്ടാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകൾ കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി കൂടി മിക്സ് ചെയ്ത പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി മാത്രമാണ് ഉള്ളത് എങ്കിൽ എരിവിനാവശ്യമായിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം 2 വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കൊഞ്ച് ഇതേപോലെ അരപ്പ് കൂട്ടിൽ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊഞ്ച് പൊടിഞ്ഞൊന്നും പോകത്തില്ല. കറി നമ്മൾ കൂട്ടുന്ന സമയത്ത് കൊഞ്ചൊക്കെ അതേപോലെ തന്നെ എടുത്ത് കൂട്ടാനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ കറി തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കൊഞ്ചുമൊക്കെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് മാത്രം മതി, നമ്മുടെ കൊഞ്ചിനൊന്നും അധികം വേവില്ലാത്തതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ചൂടാക്കിയ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പച്ചവെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊഞ്ചൊക്കെ പകുതി കുക്കായിട്ടുള്ളതാണ്. പിന്നെ പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഇല്ലാണ്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മൂടി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതേപോലെ കുറുകിയ ചാറോടുകൂടി തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ച് കറിയൊക്കെ നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും മണമൊക്കെയാണ് ഈ ഒരു കറി ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കോ അപ്പത്തിനൊപ്പം ആണെങ്കിലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.